ഹലോ പ്രിയമുള്ളവരെ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഒരു യാത്രയെക്കുറിച്ച് അല്ലെങ്കിൽ യാത്രകളെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടായി. അതായത് ഊട്ടി എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ എന്നുള്ളതിനെ പറ്റി സംസാരിക്കാൻ. പ്രത്യേകിച്ച് ഊട്ടി യാത്ര വളരെ ഹാപ്പിയാണ്. കാരണം സ്കൂളിലൊക്കെ പഠിക്കുന്ന കാലത്ത് തന്നെ കുട്ടികൾ ഏകദേശം 90കളിലും 80കളിലൊക്കെ അന്നത്തെ ട്രിപ്പ് തന്നെ ഊട്ടി മൈസൂർ ആണ് അന്നുണ്ടായിരുന്ന ട്രിപ്പ്. ഇപ്പോൾ ഒക്കെ മാറി. ഇപ്പോൾ നമ്മൾ മൂന്നാർ, അതോടൊപ്പം തന്നെ കാശ്മീർ, മറ്റു പല സംസ്ഥാനങ്ങളിലൊക്കെ പോകാൻ തുടങ്ങി. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ യാത്രകൾ പോകുമ്പോൾ പ്രത്യേകിച്ച് പ്രകൃതിയിലേക്കുള്ള യാത്രയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഊട്ടി അല്ലെങ്കിൽ മൂന്നാർ, അതോടൊപ്പം തന്നെ ടീ പ്ലാന്റേഷൻ അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്, കാരണം അവിടെ പ്രകൃതിയാണ്, അവിടെ കാലാവസ്ഥ നല്ല തണുപ്പ്. ഊട്ടിയിലേക്ക് പോവുകയാണെങ്കിൽ നല്ല തണുപ്പ്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോകുമ്പോൾ ആ തണുപ്പ് എൻജോയ് ചെയ്യണം എന്നുള്ളതും ആ പ്രകൃതിയിലേക്ക് നമ്മൾ ക്ലോസ് ആയിട്ട് ഇറങ്ങണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അപ്പോൾ സാധാരണ അവസ്ഥയിൽ ഇപ്പോൾ ചില ആളുകൾ സാധാരണ നേരെ പോകുമ്പോൾ ഊട്ടിയിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നല്ല ഹോട്ടലിൽ റൂം എടുത്ത് സുഖമായിട്ട് ഉറങ്ങും. അതിൽ കാര്യമില്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ആ പ്രകൃതി നന്നായിട്ട് എക്സ്പ്ലോർ ചെയ്യുക. ആ യാത്രയിൽ അതും ഒരു പ്രത്യേക സ്ഥലങ്ങളിൽ, അല്ലെങ്കിൽ ഒരു ബൊട്ടാണിക്കൽ ഗാർഡനോ അതല്ലെങ്കിൽ ബോട്ടിങ്, അതിൽ ഒന്നും പോവാതെ അതിൻ്റെ പരിസരങ്ങളിലൊക്കെ ഒന്ന് റൗണ്ട് അടിച്ച് വന്ന് കുന്നിൻ്റെ മുകളിലൂടെയൊക്കെ കയറി ആ മേഘങ്ങളെയൊക്കെ ഒന്ന് വാച്ച് ചെയ്ത് പ്രകൃതി, അതുപോലെ തന്നെ അവിടെയുള്ള പക്ഷികൾ, അവിടുത്തെ ജനങ്ങളെയൊക്കെ ഒന്ന് നിരീക്ഷിച്ച് ഒക്കെ പോവുക. ടീ ഫാക്ടറികളിലൊക്കെ പറ്റുകയാണെങ്കിൽ പോവുക. അതോടൊപ്പം തന്നെ ടീ പ്ലാന്റേഷൻ ഉണ്ട് ഊട്ടിയിലൊക്കെ. അപ്പോൾ അത് നടക്കുന്ന സ്ഥലങ്ങളിലൊക്കെ പോവുക. അങ്ങനെ പ്രകൃതിയെ നന്നായിട്ട് നമ്മൾ എൻജോയ് ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ നമ്മൾ പ്രകൃതിയിലേക്കൊരു മടക്കം സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു സ്പിരിച്വാലിറ്റിയിലേക്ക് വരുമെന്നുള്ളതാണ്. അല്ല നമ്മളും ഈ പ്രകൃതിയുടെ ഭാഗമാണെന്നും നമ്മളൊക്കെ ഇതിൻ്റെ ഒപ്പാണ് നിൽക്കേണ്ടത് എന്നുള്ളതും. കാരണം സാധാരണ അവസ്ഥയിൽ മനുഷ്യന്മാർ വിചാരിക്കുന്ന അവർ വേറെ ഏതോ പ്ലാനറ്റിൽ നിന്ന് വന്നതാണെന്നുള്ള ചില വിശ്വാസ രീതിയിലുള്ളവരുണ്ട്. അപ്പോൾ അതിൽ നിന്നും മാറി നമ്മളും ഇത് ഒരു ഓട്ടോമാറ്റിക് ലക്ഷക്കണക്കിന് ജീവികളുണ്ട്. ആ കൂട്ടത്തിൽ മനുഷ്യന്മാരും അസ്തമിക്കും, ജനിക്കും, അതോടൊപ്പം തന്നെ കുറച്ച് കാലം ഇങ്ങനെ തിളങ്ങും, പിന്നെ അസ്തമിക്കും. അപ്പോൾ നമ്മളിതിൻ്റെ പ്രകൃതിയുടെ ഭാഗമാണെന്ന് എന്നുള്ളതിൻ്റെ ഒരു തിരിച്ചറിവിലേക്ക് വരിക എന്നുള്ളതാണ്. അപ്പോൾ ഊട്ടിയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അടുത്ത് നമ്മൾ ഒരു കുടുംബസമയത്ത് ഒരു യാത്രയൊക്കെ ചെയ്ത് അങ്ങനെ ഊട്ടിയിലേക്ക്. അപ്പോൾ നമ്മളിങ്ങനെ എവിടെയെങ്കിലും ടിക്കറ്റ് എടുത്ത് കാര്യം അങ്ങനെ ഉള്ളതിൽ താല്പര്യം കുറവാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ സാധാരണ അവസ്ഥയിൽ നമ്മൾ ഊട്ടിയിലേക്ക് പോയി കഴിഞ്ഞാൽ ബൊട്ടാണിക്കൽ ഗാർഡനിൽ പോവുകയാണെങ്കിൽ ഒരുപാട് സമയം അവിടെ ചിലവഴിക്കും. ആ ഗാർഡനകത്ത് 2-3 ഏക്കർ സ്ഥലത്തിനകത്ത് നമ്മളിങ്ങനെ ടൈം അങ്ങനെ പോകും. അപ്പോൾ അതിനേക്കാളും നല്ലത് വാഹനത്തിൽ പോവുക. അത് നമ്മൾ ഇത് ടൂറിസ്റ്റ് ബസ്സിൽ അങ്ങനെയൊക്കെ പോകണമെങ്കിൽ ബുദ്ധിമുട്ടാണ്. നമ്മൾ സ്വന്തം വാഹനത്തിലൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഹിൽ സ്റ്റേഷനിലൊക്കെ പോകുക. അതിൻ്റെ ഒരുപാട് കുന്നുകളിലൊക്കെ കയറി അവിടുന്ന് താഴേക്കൊക്കെ നിരീക്ഷിക്കുക. അവിടെ ലൈറ്റ് അറേഞ്ച്മെൻറ്റുകൾ നിരീക്ഷിക്കുക. അവിടുത്തെ ജനങ്ങൾ, പക്ഷികൾ, അതുപോലെ തന്നെ മേഘങ്ങൾ, ഇതൊക്കെ കാണുമ്പോൾ ഒരു ഹോളിസ്റ്റിക്, അതായത് ഒരു സ്പിരിച്വാലിറ്റി ഉണ്ട്. അപ്പോൾ അങ്ങനെ നീങ്ങാം. അപ്പോൾ ഊട്ടിയിലേക്ക് പോകുമ്പോൾ പിന്നെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ അട്രാക്ഷൻ തോന്നിയത് ദൊഡ്ഡാപേട്ട എന്ന് പറഞ്ഞ സ്ഥലമാണ്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഒരു ടവറുണ്ട്. ആ ടവറിൻ്റെ മുകളിൽ കാരണം എന്നില്ല, അവിടെ എത്തിയാൽ തന്നെ നല്ല തണുപ്പായിരിക്കും. പിന്നെ സ്നാക്സ് കാര്യങ്ങളൊക്കെ പോകുന്ന വഴിക്ക് താല്പര്യമുള്ളവർക്കാണെങ്കിൽ അതെല്ലാം ഉണ്ട്. ചെറിയ ഷോപ്പിംഗ് സൗകര്യങ്ങളുണ്ട്. അതെല്ലാം പ്രധാനം. അവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ ഊട്ടിയുടെ ഒരുപാട് ഭാഗങ്ങൾ കാണാം. അതോടൊപ്പം തന്നെ മേഘങ്ങൾ ഇങ്ങനെ ഇറങ്ങി വരുന്നതും. അപ്പോൾ അതിനകത്ത് ഒരുപാട് സിനിമ ഷൂട്ടിങ്, ഈ സംഗീതത്തെ അഭിനയിച്ച ഷാജൻ പോലുള്ള സിനിമകളൊക്കെ ഒരുപാട് ഭാഗങ്ങൾ ഊട്ടിയിൽ നിന്ന് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അവിടെയൊക്കെ ഞാൻ കുറേ മുമ്പ് പോയി കണ്ടിട്ടുണ്ട് ഷൂട്ട് ചെയ്ത ലൊക്കേഷനൊക്കെ. അപ്പോൾ പിന്നെ അവിടെ പോകുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ഹിൽ സ്റ്റേഷനുകളിലൊക്കെ പോവുക. പിന്നെ ടീ ഫാക്ടറികളിലേക്ക് പോവുക. ഞങ്ങൾ പോയത് ബെഞ്ച് മാർക്ക് ടീ ഫാക്ടറി. അപ്പോൾ അതിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ചോക്ലേറ്റ് മേടിക്കേണ്ടവർക്ക് അത് മേടിക്കാം. ടീ നല്ല ഫ്രഷ് ആയിട്ടുള്ള ചായപ്പൊടി, അത് അതിനേക്ക് ഇട്ടിട്ട് ആ ഇല അത് കറങ്ങി തിരിഞ്ഞ് അവസാനം ലാസ്റ്റ് സ്റ്റേജ് ചായപ്പൊടിയായിട്ട് പുറത്തേക്ക് വരുന്ന ഒരു ഇത് കാണാം. അപ്പം അങ്ങനെയുള്ള അതെല്ലാം കണ്ട് മനസ്സിലാക്കാം, ചോക്ലേറ്റ് ഉണ്ടാക്കുന്നത് മനസ്സിലാക്കാം. അതോടൊപ്പം തന്നെ ഈ കുന്നുകളും പിന്നെ മേഘങ്ങളും അതെല്ലാം കണ്ട പക്ഷികൾ, പറവകൾ പോകുന്നത്, അവിടെയുള്ള ജീവികൾ, ഇതെല്ലാം നിരീക്ഷിച്ച് അങ്ങനെ പിന്നെ ഒരു ഷൂട്ടിംഗ് പോയിൻ്റ് എന്ന സ്ഥലങ്ങളുണ്ട്. അവിടേക്ക് ഇടയ്ക്കൊക്കെ പോകാറുണ്ട്. അപ്പോൾ നമ്മളങ്ങനെ ഒരു ടിക്കറ്റ് എടുത്ത് എവിടെയെങ്കിലും പോയിട്ട് അവിടെ ഇരിക്കുന്നതിൽ കാര്യമില്ല. അവിടെ നമ്മൾ എത്തിപ്പെട്ട് കഴിഞ്ഞാൽ യാത്രകൾ ചെയ്തുകൊണ്ടേ ഇരിക്കുക. അവിടെ അതിൻ്റെ എല്ലാ ഭാഗങ്ങളിലും കറങ്ങിത്തിരിഞ്ഞ് കണ്ട് അത് മനസ്സിലാക്കി അതിലൊരു ആനന്ദം കണ്ടെത്തുക എന്നുള്ളതാണ് യാത്രകളുടെ. അപ്പോൾ യാത്രകൾ പോകുമ്പോൾ ഭക്ഷണം ഒരു വലിയ വിഷയാക്കാൻ പാടില്ല എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. കാരണം ഭക്ഷണം അന്ന് സാധാരണ നമ്മൾ ഇവിടെ നിന്നൊക്കെ പോകുന്ന ആളുകൾ ഭക്ഷണം പിന്നെ കരുവൽ ഫുള്ള് ബിരിയാണി
ഉച്ചനേരത്തെ എങ്ങാനും ബിരിയാണി കഴിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവിടെ ചെന്ന് വല്ല ഹോട്ടലിൽ പിന്നെ ഇതുപോലുള്ള ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നല്ല ബിരിയാണിയൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ അപ്പോൾ ഉറങ്ങണം തോന്നും. അപ്പോൾ നമുക്ക് കാഴ്ചയോട് താല്പര്യം കുറയും. അപ്പോൾ അന്നത്തെ ദിവസം യാത്രകളുടെ സമയങ്ങളിൽ ഭക്ഷണങ്ങൾ കുറയ്ക്കുക, ആ യാത്രയിൽ ഫുള്ള് ലയിച്ച് ചേരുക, അങ്ങനെ അത് എൻജോയ് ചെയ്യുക എന്നുള്ളതിലാണ് ഏറ്റവും പ്രധാനം. അപ്പോൾ ഇന്നിപ്പോൾ ഇതിനെപ്പറ്റി ഇങ്ങനെ ഊട്ടി തീർച്ചയായിട്ടും മനോഹരമാണ്. പ്രകൃതിയിലെ എല്ലാ കാര്യങ്ങളും അവിടെയുള്ള മരങ്ങൾ, പച്ചപ്പ്, തണുപ്പ്, കുന്നുകൾ, ഇതെല്ലാം എന്നെ വളരെയധികം അട്രാക്ട് ചെയ്തിട്ടുണ്ട്. അത് ഏതെങ്കിലും ടിക്കറ്റ് എടുത്ത് പോകുന്ന സ്ഥലങ്ങളിലോട് എനിക്കങ്ങനെ താല്പര്യം തോന്നിയിട്ടില്ല. മറിച്ച് വാഹനത്തിലേക്ക് ഇങ്ങനെ പോവുക, ഈ ടീ പ്ലാന്റേഷനിലൊക്കെ കണ്ട് കുറേ നേരം ഇരുന്ന് അവിടെയൊക്കെ അതൊക്കെ എൻജോയ് ചെയ്യുക, അങ്ങനെ പ്രകൃതിയിലേക്ക് ലയിച്ച് ചേരുക, പ്രകൃതിയെ ഇഷ്ടപ്പെടുക എന്നുള്ളതിൻ്റെ ഭാഗമായിട്ട് അങ്ങനെ യാത്ര എൻജോയ് ചെയ്യുന്ന ഒരു ഇതാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഊട്ടിയിലേക്കുള്ള യാത്ര തന്നെ നമുക്ക് വളരെ റിജുവിനേറ്റിംഗ് ആണ്. ഒരു യൗവനം വീണ്ടെടുക്കുന്ന പോലെ ഒരു റിലാക്സിങ്, അതല്ലെങ്കിൽ ഒരു ഹീലിംഗ് ടച്ചാണ്. അവിടെ ആ കുന്നുകളിലേക്ക് ഇങ്ങനെ കറങ്ങി ഓരോ ചുരവും കറങ്ങി അതിങ്ങനെ കാണുമ്പോൾ നിരീക്ഷിക്കുമ്പോൾ അതിലാണ് ഞാൻ കൂടുതലും സന്തോഷം എത്തിയിട്ടുള്ളതെന്നുള്ളതാണ്. അവിടെ ഇറങ്ങിയിട്ട് ഏതെങ്കിലും ഒരു ലൊക്കേഷനിൽ ഇറങ്ങി ഏതെങ്കിലും ടിക്കറ്റ് എടുത്ത് കണ്ടതിന് ശേഷം അല്ലെങ്കിൽ റോസ് ഗാർഡനോ അതല്ലെങ്കിൽ ബോട്ടിങ് അതല്ലെങ്കിൽ ബൊട്ടാണിക്കൽ ഗാർഡന്, അപ്പോൾ അതിലൊന്നും എനിക്കൊരു അട്രാക്ഷൻ തോന്നിയിട്ടില്ല. മറിച്ചിങ്ങനെ അവിടെ നിന്ന് നിരീക്ഷിക്കുമ്പോൾ, ആ പ്രകൃതിയെ നിരീക്ഷിക്കുമ്പോൾ വലിയ സന്തോഷം തോന്നിയതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ആരെങ്കിലും ഊട്ടി കാണാത്തവരുണ്ടെങ്കിൽ പോയി കഴിഞ്ഞാൽ അവിടെ ഇത്തരം കാര്യങ്ങളിലേക്ക് ദൊഡ്ഡാപേട്ട, അതോടൊപ്പം തന്നെ ടീ ഫാക്ടറികൾ, ഞങ്ങൾ പോയത് ബെഞ്ച് മാർക്ക് ടീ ഫാക്ടറിയിലാണ് സാധാരണ പോകാറുള്ളത്. അവിടെ നല്ല രസമാണ്, നല്ല അടിപൊളി ചായ കിട്ടും, നല്ല ഫ്രഷായിട്ട് ചായ കുടിക്കാം. അപ്പോൾ പിന്നെ നല്ല ചായപ്പൊടി കിട്ടും. ഊട്ടി സ്കൂളിൽ പഠിക്കുമ്പോൾ പഠിച്ചൊരു ഓർമ്മയുണ്ട്, ഊട്ടിമേ ചായ ഓർ കോഫി അച്ചി ഓർ സസ്തി മിൽത്ത ഹേ എന്ന് പറയുന്നുണ്ട്. ഊട്ടിയിൽ ചായപ്പൊടിയും കോഫിയൊക്കെ വളരെ കുറഞ്ഞ വിലക്ക് നല്ല സാധനം കിട്ടും എന്നുള്ളത് പറഞ്ഞ പോലെ അവിടെ. അപ്പോൾ അതൊക്കെ ഒരു അട്രാക്ഷനായിട്ട് തോന്നിയിട്ടുണ്ട് എന്നതാണ്. കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. അപ്പോൾ പിന്നെ നമ്മളെ ഗ്രൂപ്പ് ഇത് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. പിന്നെ ഏത് തരത്തിലുള്ള വീഡിയോ വേണം എന്നുള്ളതാണ്. അപ്പോൾ എൻ്റെ പല വിദ്യാർത്ഥികളും ഇംഗ്ലീഷിൽ വീഡിയോ വേണം എന്ന് പറഞ്ഞ് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ കുറച്ചുകൂടി ഒരു 10-15 ആൾ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ ഇംഗ്ലീഷിൽ അടുത്ത വീഡിയോ ഇംഗ്ലീഷിലാക്കണം എന്നുള്ളൊരു അഭിപ്രായമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാം. ഓക്കെ, നന്ദി, നമസ്കാരം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.